ടേപ്പറിംഗ് ഫേസിൽ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സംഭവമാണ് റെസ്റ്റ് ആൻഡ് റിക്കവറി. പക്ഷേ റെസ്റ്റ് ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ആക്റ്റീവ് റിക്കവറിക്കുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ആക്റ്റീവ് റിക്കവറി മീൻസ് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് എന്നാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ലൈറ്റ് വർക്ക് ഇൻ ദ സെൻസ് മൊബിലിറ്റി ഡ്രിൽസ് ചെയ്യാം, ചെറുതായിട്ട് വാമപ്പിൻ്റെ റുട്ടീൻസ് നിങ്ങളുടെ ചെയ്യാം. നിങ്ങളിപ്പോൾ ABC ഡ്രിൽസ് ചെയ്യുന്നവരാണെങ്കിൽ ABC ഡ്രിൽസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ബോഡിയെ ഒരുപാട് എഫേർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിനോ ചെയ്യാതെ ചെയ്യുന്ന ആക്റ്റീവ് റിക്കവറി വർക്കൗട്ട്സ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഞ്ചറി വന്ന സമയത്ത് അഡക്ടർ ഇഞ്ചറി ആയിരുന്നു. അപ്പോൾ ഇഞ്ചറി വന്ന സമയത്ത് ഫിസിയോനെ കണ്ടപ്പോൾ ഫിസിയോ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംഭവമാണ് കോപ്പൻഹേഗൻസ് ചെയ്യാറുണ്ടെന്ന്. കോപ്പൻഹേഗൻസ് ഞാൻ ചെയ്യാറില്ലായിരുന്നു. കാരണം അത് നമ്മുടെ ഗ്രോയിൻ ഏരിയ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ലെഗ് വർക്കൗട്ടാണ്. നമ്മൾ പലരും ഹാംസ്ട്രിങ്, കാഫ്, ക്വാഡ്സ്, ഗ്ലൂട്ട്സിനൊക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ ഗ്രോയിൻ ഏരിയ നമ്മളധികം ഫോക്കസ് ചെയ്യാറില്ല. പക്ഷേ റണ്ണിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചറീസ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഗ്രോയിൻ അല്ലെങ്കിൽ അഡക്ടർ മസിലൊക്കെ. സോ അഡക്ടർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് കോപ്പൻഹേഗനും പിന്നെ അല്ലാതെ മൊബിലിറ്റി ആയിട്ട് ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് വർക്കൗട്ട്സും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് എനിക്ക് റെസ്റ്റ് ഡേ ആണ്. കാരണം ഞാൻ മൺഡേ റെസ്റ്റ് എടുക്കാൻ വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട് കേട്ടോ. റേസസ് എല്ലാം നടക്കുന്നത് സൺഡേ ആണ്. സോ സൺഡേ നമ്മൾ ഫുൾ എഫേർട്ടിലായിരിക്കും ഓടുന്ന. ഹാഫ് മാരത്തോണും 10K എന്ത് റേസ് ആണെങ്കിലും ഞാൻ ഓടുന്ന ഫുൾ എഫേർട്ടിലായിരിക്കും. അപ്പോൾ മൺഡേ എൻ്റെ ബോഡി നാച്ചുറലി വീക്കായിരിക്കും. സോ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ എപ്പോഴും റെസ്റ്റ് ആയിട്ട് എടുക്കും. ഫുൾ റെസ്റ്റ് എടുക്കുമെന്ന് ചോദിച്ചില്ല. പക്ഷേ മൺഡേ ഞാൻ നോർമലി ഉറങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ഉറങ്ങും. കാരണം രാവിലെ എണീറ്റ് ജിമ്മിലൊന്നും പോകണ്ടല്ലോ. പിന്നെ ഫുഡെല്ലാം പഴയതുപോലെ തന്നെ ആയിരുന്നു. ഇന്ന് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് എല്ലാം ഞാൻ എടുക്കും. കാരണം ഈ ടേപ്പറിംഗ് ഫേസിൽ നമ്മൾ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിങ് ലോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റെസ്റ്റ് ആൻഡ് റിക്കവറി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ടേപ്പറിംഗ് ഫേസിലെ 3rd ഡേ എന്തൊക്കെ വർക്കൗട്ടാണെന്നുള്ളത് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.